ടോപ്പ് ലൈവ് ക്രിക്കറ്റ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബോർഡർ ഗവാസ്കർ ട്രോഫി ഇന്ത്യ ഓസ്ട്രേലിയ മൂന്നാം ടെസ്റ്റ് ടോസ് നേടി ഇന്ത്യ ബോളിംഗ് തിരഞ്ഞെടുത്തു. കഴിഞ്ഞ ടെസ്റ്റിൽ നിന്നും മാറ്റങ്ങൾ വരുത്തിയാണ് ടീം ഇന്ത്യ ഇറങ്ങിയത്. പേസ് ബോളർ ഹർഷിത് റാണയ്ക്ക് പകരം ആകാശ് ദീപും കൂടാതെ രവിചന്ദ്രൻ അശ്വിന് പകരം രവീന്ദ്ര ജഡേജയുമാണ് സ്ക്വാഡിൽ ഇടം പിടിച്ചത്. രവീന്ദ്ര ജഡേജയെ ടീമിൽ ഉൾപ്പെടുത്തിയ ഒരു മികച്ച തീരുമാനമാണെന്ന് മുൻ ഇന്ത്യൻ ബാറ്റിംഗ് കോച്ച് സഞ്ജയ് ബംഗാർ പറഞ്ഞു. ബോളർ എന്നതിലുപരി മികച്ച ഒരു ബാറ്റ്സ്മാൻ കൂടിയാണ് രവീന്ദ്ര ജഡേജ. അതുകൊണ്ട് തന്നെ രവീന്ദ്ര ജഡേജയെ ടീമിൽ ഉൾപ്പെടുത്തിയ ബാറ്റിംഗിൽ കൂടുതൽ ഡെപ്ത് നൽകും. ഇത് ടീമിന് സഹായമാകുമെന്ന് സഞ്ജയ് ബംഗാർ പറഞ്ഞു. നേരത്തെ ടോസ് നേടി ബോളിംഗ് തിരഞ്ഞെടുത്ത രോഹിത് ശർമ്മയെ പരിഹസിച്ചിരുന്നു ക്ലെയിൻ മെഗ്രാത്ത്. നിങ്ങൾ ബോളിംഗ് തിരഞ്ഞെടുത്തതിൽ എനിക്ക് വലിയ ആശ്ചര്യമൊന്നും തോന്നുന്നില്ലെന്നും താരം പറഞ്ഞു. എന്നാൽ ബാറ്റിംഗ് തിരഞ്ഞെടുത്തതെങ്കിൽ അത് ധീരമായ തീരുമാനമാണെന്ന് താൻ പറയുമെന്നും താരം വ്യക്തമാക്കി. എന്നാൽ എന്തുകൊണ്ട് ബോളിംഗ് തിരഞ്ഞെടുത്തുവെന്ന് രോഹിത് ശർമ്മ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. മഴ പെയ്യുമെന്നുള്ള സൂചന നേരത്തെ തന്നെ ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നേരിയ മഴക്കാറും അതുപോലെ തന്നെ ഗ്രീൻ പിച്ചും ആയതുകൊണ്ടാണ് ബോളിംഗ് തിരഞ്ഞെടുത്തത്. മത്സരം പുരോഗമിക്കവേ ബാറ്റിംഗ് കുറെക്കൂടി എളുപ്പമായി തീരുമെന്നും രോഹിത് ശർമ്മ പറഞ്ഞു. എന്നാൽ ആദ്യ ദിനത്തിൽ 13.2 ഓവർ മാത്രമേ കളി ഉണ്ടായിരുന്നു. മഴയെ തുടർന്ന് മത്സരം ഉപേക്ഷിക്കുകയായിരുന്നു. ഓസ്ട്രേലിയ വിക്കറ്റ് നഷ്ടമില്ലാതെ 28 റൺസ് എടുത്തിട്ടുണ്ട്. ഉസ്മാൻ ഖാജ 19 റൺസും നദാൻ മാക്സിനി 4 റൺസുമായി ക്രീസിലുണ്ട്. ബോളിംഗ് തിരഞ്ഞെടുത്ത രോഹിത് ശർമ്മയുടെ തീരുമാനം ശരിയാവുമെന്ന് കണ്ടിരിക്കുന്നു. ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.